നമ്മുടെ ചിത്രം ചിത്തിരി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 27-ാം തീയതി തിയേറ്ററുകളിൽ എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നമ്മൾ ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് റിലീസിന് വരുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് നികത്താനായിട്ട് നമുക്കൊരു ഉഷാറുണ്ടാവണം. സോഷ്യൽ മീഡിയയിലായാലും എല്ലാത്തിനും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മോക്ഷയുടെ മലയാളത്തിലെ 2ാമത്തെ ചിത്രമാണ് കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിലൂടെ നമ്മുടെ ഭഗവതിയായിട്ട് വന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കവർന്ന മോക്ഷയാണ് ഈ ചിത്രിയിലും നായികയായി എത്തുന്നത്. ഒപ്പം വിജയൻ സാർ എപ്പോഴും ഒരു മാജിക് കാണിക്കുന്ന പോലെ 2 പുതിയ നായികമാരെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എനാക്ഷി ആൻഡ് ആരതി. ഓക്കെ, എല്ലാവരും ഒന്ന് പരിചയപ്പെടും. അപ്പോൾ ഇവരുടെ 3 പേരുടെയും കിടിലൻ പെർഫോമൻസോടുകൂടി ചിത്രി വരും. അതോടൊപ്പം അമിത് ചക്കാരക്കൽ നായകനായി എത്തുന്നു. വിനയ് ഫോർട്ട് ഉണ്ട്, ജോണി ചേട്ടനുണ്ട്. അങ്ങനെ താരങ്ങൾ ഇഷ്ടമാതിരി ഒട്ടനവധി നമ്മുടെ സിനിമയിലുണ്ട്. അപ്പോൾ ഒരു ഹൊറർ ചിത്രമായി, ത്രില്ലർ ചിത്രമായിട്ടാണ് ചിത്രി എത്തുന്നത്. അതോടൊപ്പം നമ്മുടെ വേദിയിലിരിക്കുന്ന ജോൺകുട്ടി എല്ലാവർക്കും ആയിരിക്കും ലാസ്റ്റ് എഡിറ്റ് ചെയ്ത പടം ഗുരുവായൂർ അമ്പലനടയിലാണ്. ഇതിനു മുമ്പ് ഞങ്ങളുടെ കള്ളനും ഭഗവതിയുടെയും എഡിറ്ററായിരുന്നു. അതുപോലെ തന്നെ രതീഷ് റാം DOP, അദ്ദേഹവും കള്ളനും ഭഗവതിയിലും DOP ആയിരുന്നു. ഇനി നടുക്കിരിക്കുന്ന ആളാണ് ഇതിൻ്റെ ഒരു പ്രധാന കക്ഷി. ഇതിൻ്റെ കഥ അനിൽകുമാറാണ് ഇരിക്കുന്നത്. കള്ളനും ഭഗവതി അനിൽകുമാറിൻ്റെതായിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ പ്രത്യേകതകളോട് കൂടിയാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ കള്ളനും ഭഗവതി എന്ന് പറയുന്ന ആ ഒരു ജോണറിൽ നിന്നും വിട്ടു മാറി ഒരു ഹൊറർ മൂവിയിലേക്ക് ചാടിക്കയറിയിരിക്കുകയാണ് നമ്മുടെ വിജയൻ സർ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അമിത് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ എത്തും. ഒരു 5 minutes കൂടെ പറഞ്ഞിട്ടുണ്ട്. അതേപ്പറ്റി ഇരുന്ന് പറഞ്ഞാൽ മതി. ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കണം പ്ലീസ്. ഗുഡ് ഈവനിങ്. അല്പം താമസിച്ചു പോകാൻ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊരു അവകാശവാദങ്ങളുമില്ല. അപ്പോൾ പറയാനുള്ളത് മുഴുവൻ മഞ്ജു പറഞ്ഞു കഴിഞ്ഞു. എന്നാലും എന്താ പറഞ്ഞത്, ഇതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ഫാമിലി എൻ്റർടൈനറാണ്. ഇപ്പം മറ്റന്നാൾ നമ്മൾ രാവിലെ 10 മണിക്ക് അതിൻ്റെ ഷോ കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ കയ്യിലും ഈ മാധ്യമങ്ങളുടെ കയ്യിലുമാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഒരു നല്ല പങ്കിലുണ്ട്. പ്രേക്ഷകർ ഇനി കണ്ട് അതിന് വിലയിരുത്തേണ്ടതാണ്. അതുകൊണ്ട് ദയവായി നിങ്ങളെല്ലാവരും തന്നെ മറ്റന്നാൾ വന്ന് സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വനിതയും അതിൻ്റെ ശരിയായ വിലയിരുത്തലുകൾ നിങ്ങൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതേപോലെ തന്നെ മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടത് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒന്ന്. പിന്നെ നമ്മളിപ്പോൾ ഈ പുതിയ നായകന്മാരെ കണ്ടെത്തുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പലരുടെ നമുക്ക് പുതിയവരാകുമ്പോൾ നമുക്ക് നമ്മുടേതായ സമയത്തിനനുസരിച്ചിട്ട് പിന്നെ നമുക്ക് അവരെ വർക്ക് ചെയ്യിക്കാൻ കിട്ടും, ഷൂട്ടിങ്ങിന് ചെയ്യാൻ കിട്ടും. മറ്റുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടേതായ തിരക്കുകളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ വേണ്ട സമയങ്ങളിൽ നമുക്ക് കിട്ടിയില്ലെന്ന് വരാം. അപ്പോൾ അത് മാത്രമാണ് അതിന് കാരണം. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചുള്ള എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ മോക്ഷയെ പോലെ തന്നെ അപ്പോൾ ആദ്യത്തെ ഒരു കള്ളനും ഭോഗം എന്ന് പറയുന്ന ഒരു ചിത്രത്തിലൂടെ തന്നെ ഇത്രയും പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയ ഒരാൾ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ, അതും ഒരു അന്യഭാഷ നടി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കള്ളനും ഭഗവതിയും ഈ OTT-ൽ വരാൻ വൈകി. പക്ഷേ കഴിഞ്ഞ മാസം തൊട്ട് ആമസോണിലുണ്ട്. അത് നിങ്ങളിൽ അന്ന് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇനിയെങ്കിലും കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക്
യാതൊരു അവകാശവാദങ്ങളുമില്ല. നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തേണ്ടതാണ്, പ്രേക്ഷകർ വിലയിരുത്തേണ്ടതാണ്. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് നമ്മുടെ പുതിയ താരങ്ങളെ ഒന്ന് പരിചയപ്പെടാം. നാക്ഷി, യു സ്പീക്ക് സംതിങ്. Hi, namaste. So, okay. So, I can't speak so much. See, the mic is also responding. So, if I say something, it would be repetitive in the same Malayalam. But then, this is my first Malayalam movie. Hello. It's working. Working. So Chitini is my first Malayalam movie, and the credit goes to like Vijayan sir. All my thanks to Vijayan sir. He has selected me, taken my audition, everything. That's how I have come on board. It's just the time to reveal who is Chitini and everybody to come to the theaters on the 27th of this month, and can do support Chayanam for this. And that's it. And also all my co-stars, Moksha, Aarti, and everyone, all the cast, crew, Rathi sir, and especially Vijayan sir. He has taught me actually everything, like starting from what to say, how to pronounce, be it like any language. And my thanks to Vijayan sir will be like sort of it, like I will fall short of saying thanks to him. Thank you so much sir, and for this I'm able to experience this thing. And thank you all for coming also. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒത്തിരി സന്തോഷമുണ്ട്, കാരണം ഇത്രയും വലിയൊരു സ്റ്റേജിൽ എനിക്ക് ഇരിക്കാൻ പറ്റാന്നുള്ളത് ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ച ഒരു മൊമെൻ്റാണിത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് സർ, ഇത്രയും വലിയൊരു അവസരം എനിക്ക് ഈ സിനിമയിൽ തന്നതിന്. പിന്നെ ഓൾ ടീം എല്ലാവർക്കും എൻ്റെ നന്ദി. സോ ആദ്യം തന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പറഞ്ഞ പോലെ വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. സോ സാറാണ് നമുക്ക് എല്ലാം പഠിപ്പിച്ചു തന്നത്. സ്ക്രിപ്റ്റ് മുതൽ എവറിത്തിങ്, സീൻ ബൈ സീൻ എല്ലാം ഞങ്ങൾക്ക് എല്ലാ ദിവസവും സെറ്റിൽ വെച്ച് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. സോ അതെനിക്ക് ഒത്തിരി ഹെൽപ്പായി വൈ ടേക്കിംഗ് ദി സീൻസ്. സോ അത്രയാണ്. 27th മറ്റന്നാൾ നമ്മുടെ മൂവി റിലീസ് ആവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിന് ശേഷം തുടർച്ചയായിട്ട് വിജയൻ സാറിനൊപ്പം ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു എന്നുള്ളതാണ്. ചിത്തിനി ഒരു ഹൊറർ മൂവി എന്നതിനപ്പുറം നമ്മൾ കണ്ടു പഴകിയ രീതിയിലുള്ളൊരു അവതരണമോ ഒന്നുമല്ല. ഹൊററിൻ്റെ ഒരു മൂഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ശക്തമായ കുടുംബ ബന്ധങ്ങളും പ്രണയവുമുണ്ട്, മനോഹരമായ ഗാനങ്ങളുണ്ട്. അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് ചിത്തിനി. അപ്പോൾ അതിൽ നമുക്ക് കഥയെപ്പറ്റി കൂടുതൽ പറയാൻ കഴിയാത്ത ഒരുപാട് സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെച്ച് ഒരുപാട് ദുരൂഹതകൾക്ക് ഉത്തരം നൽകിയാണ് ചിത്തിനി വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തുന്നത്. അനുഭവിച്ചറിയേണ്ട സിനിമ എന്നാണ് ചിത്തിനിയെ പറ്റി പറയാനുള്ളത്. തികച്ചും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കഥ എന്തെഴുതാം, പക്ഷേ അത് ജനങ്ങളിലെ എങ്ങനെ എത്തിക്കുന്നുള്ളതാണ് സാറിനോടുള്ള ഏറ്റവും വലിയൊരു നന്ദിയും സാർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും അവിടെയാണ്. ഇപ്പം തിരക്കഥയും സംഭാഷണത്തിലും സാറിനൂടെ പങ്കാളിയാകാൻ സാധിച്ചു, കള്ളനും ഭഗവതിയിലും അങ്ങനെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ശബ്ദവിന്യാസം കൊണ്ടും അവതരണത്തിൻ്റെ പുതുമകൾ കൊണ്ടും അതിൻ്റെ ദൃശ്യഭംഗി കൊണ്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ ചിത്തിനി കാണണം. ഇത് ഒരു 23 വർഷം ആയിട്ട് നീതി തേടി അലയുന്ന ഒരു പെണ്ണിൻ്റെ ഒരാത്മാവിൻ്റെ കഥ കൂടിയാണ്. ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നാണ് നമ്മളിതിന് പറഞ്ഞത്, അല്ലെങ്കിൽ ജേർണി ഫോർ ജസ്റ്റിസ്. അപ്പം ആ നീതി തേടിയുള്ള യാത്രയിൽ ഓരോ പ്രേക്ഷകരും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കേണ്ടവരാണ്. അത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ സമൂഹത്തിൻ്റെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ പോയി ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. നന്ദി. ഇതിനെ സംസാരിക്കുന്നു. അതിന് അവസരം തന്ന വിജയൻ സാറിനുള്ള നന്ദി അറിയുന്നു. ഓക്കെ, ഞാൻ കള്ളനും ഭഗവതിക്ക് ശേഷം വിജയ് സാറിൻ്റെ കൂടെ ചെയ്യുന്ന പടമാണ് ചിത്തിനി. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെറുതെ ഒരു ഹൊറർ അല്ല, അത് ഒരു എല്ലാ രീതിയിലും നന്നായി വന്നിട്ടുള്ള ഒരു പടമാണ്. അതുകൊണ്ട് എല്ലാവരും കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.
എല്ലാവർക്കും നമസ്കാരം. വിജയൻ സാറ് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ഷൻ ചെയ്യുന്ന ചിത്രി എന്ന പടത്തിൻ്റെ ക്യാമറമാനാണ്. സാറ് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ഷൻ ചെയ്ത കള്ളനുഭവതിക്ക് ശേഷം ചെയ്യുന്ന ഒരു പടമാണ് ചിത്തിനി. ചിത്തിനി എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും ഞാനിപ്പോൾ സംസാരിക്കേണ്ടത് എൻ്റെ വിഷ്വൽ ഏരിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ചിത്തിനി എന്ന് പറഞ്ഞ പടം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലും വിജയൻ സാറ് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്പേസും എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ ഞാൻ സാറിനോട് താങ്ക്സ് പറയുന്നു. പടം ഒരു വൻ വിജയമായിട്ട് എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്. സോ സോറി, കുറച്ച് ലേറ്റായി പോയി. ഞാൻ സാറിൻ്റെ ഒപ്പം ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ചിത്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ രണ്ടാമത് ചെയ്യുന്ന ഒരു ഹൊറർ മൂവിയാണ്. ഇതിനു മുമ്പ് പ്രേതം 2 എന്ന് പറഞ്ഞ മൂവിയാണ് ഒരു ഹൊറർ മൂവി സബ്ജക്റ്റിൽ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു വിഷ്വൽ ആൻഡ് ടെക്നിക്കൽ വൈസ് വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ ഇതിൽ കാണാൻ പോകുന്നതും നമ്മൾ അഭിനയിച്ചപ്പോഴും എല്ലാം ഫീൽ ചെയ്തൊരു കാര്യം, സാറിൻ്റെ മനസ്സിൽ സാർ കണ്ട ഒരു സിനിമ അതിൻ്റെ ഒരു എക്സിക്യൂഷനാണ്. മെയിൻ ആക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്നാണെങ്കിലും ഈച്ച് ആൻഡ് എവറി പാർട്ടിലും സാർ ആഗ്രഹിച്ച അല്ലെങ്കിൽ പുള്ളിയുടെ മനസ്സിൽ വിഷൻ അങ്ങനെ തന്നെ ഞങ്ങൾ ഓരോരുത്തരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ആക്ട് ചെയ്യുമ്പോൾ ഞാനും കോസ്റ്റാർസിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയമാണെങ്കിലും ഹീ ഹാവ് എ പ്ലാൻ. ഇത് ആണ് എനിക്ക് വേണ്ടത്, അതാണ് തരേണ്ടത്. ആൻഡ് ഹീ ഹാവ് എ പ്ലാൻ ഓൺ എവറിത്തിങ്, ബീറ്റ് ടെക്നിക്കൽ എഡിറ്റിംഗ് സൈഡ് ആണെങ്കിലും ബീറ്റ് റൈറ്റിംഗ്, ബീറ്റ് ക്യാമറ, എവറിത്തിങ് ഹീ ഹാവ് എൻ ഐഡിയ. ബാക്കി പലപ്പോഴും ഇപ്പോൾ സ്റ്റണ്ട് ചെയ്യുമ്പോൾ പോലും സാധാരണ ആക്ടേഴ്സ് ഒന്ന് ഡയറക്ടേഴ്സ് ഒന്ന് ടേക്ക് ദ ബാക്ക് ചെയർ. ചിലപ്പോൾ സ്റ്റണ്ട് ഡയറക്ടേഴ്സിന് കുറച്ചും കൂടി അവരുടെ കയ്യിലോട്ട് കൊടുക്കും ആൻഡ് ദേ പ്ലേ ദ റോൾ. പക്ഷെ അതിൽ പോലും ഹി ഹാവ് ഡിസിഷൻസ്. എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ് വേണ്ടത്. എ കംപ്ലീറ്റ് സാറിൻ്റെ ഒരു ഡ്രീമാണ് ഈ പ്രൊജക്റ്റ്. ആൻഡ് വി ആർ ഹിസ് എക്സിക്യൂഷൻ സൈൻഡ് ആക്കാൻ പറ്റും. ഞങ്ങളെല്ലാം അതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വി ആർ ഹിസ് ടൂൾസ്. ആൻഡ് ഐ തിങ്ക് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പ്രിവ്യൂ കണ്ടിട്ടില്ല ഇതുവരെ, പക്ഷെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയൊരു പ്രൊജക്റ്റാണ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ വെയിറ്റിംഗ് ആണ് എങ്ങനെ വന്നു എന്നുള്ളത് കാണാനായിട്ട്. താങ്ക് യു. কেমন আছেন সবাই? আমি আপনাদের খুব ভালোবাসি, മനസ്സിലായോ? എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും മലയാളി മീഡിയ ഫ്രണ്ട്സ് എൻ്റെ വിനീതമായ ഹൃദയം നമസ്കാരം. ഞാൻ കള്ളനും ഭഗവതിയുമിൽ ഭഗവതിയായ മോക്ഷയാണ്. ആ ടൈം, ആ സമയം എനിക്ക് ഒരുപാട് ഇഷ്ടം. ആ സ്നേഹത്തിന് ഇന്നും കടപ്പെട്ടിരിക്കും. ഇപ്പോൾ ചിത്തിനി നിങ്ങൾ വിജയിപ്പിക്കാനും. സോ നമുക്ക് പടം ചിത്തിനി, മൈ സെക്കൻഡ് മലയാളം ഫിലിം, ഈ മാസം ഡേ ആഫ്റ്റർ ടുമോറോ 27 സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുന്നത്. സോ പ്ലീസ് എവ്രി വൺ, എല്ലാവരും ആദ്യത്തെ തന്നെ തിയേറ്ററിൽ പോയി കാണണം. ആൻഡ് യെസ്, ടു ദ ക്യാപ്റ്റൻ ഓഫ് അവർ ഷിപ്പ് വിജയൻ സർ, I think you have gifted me something which I have never imagined of. Even anybody, any Malayali, even apart from Kerala also, you know, they recognize me as Bhagavati. So I think it is the biggest blessing. I am from the land of Bengal where Ma Durga is worshipped. So another form of Shakti is Bhagavati, Bhagavati Ma Durga, or whatever we say. So I'm really lucky, and Kallanum Bhagavatim is also a very big hit on OTTs, not only in Kerala, in other states also it's doing wonderful. I've been getting calls from my Telugu industry, Tamil, Bengali, everywhere, even all across the nation. So now coming to Chittini.
The Chitini was about to release on 2nd of August. But due to some of the other reason, I think one of the main reason was Wayanad flood and some health issues also. So it's releasing now on 27th, when we all are seeking for justice. The entire nation is looking up to the justice. So I came to know yesterday, 27th, you know, there was the next hearing on Supreme Court Abhay case. So let's see whether we can give justice to Chitini, as our writer K.D. Anil sir said. Yeah, this is also a horror investigative thriller, definitely. But yes, it's also a story of, I know, justice. Whether justice will be served to Chitini or not. So for that, you have to come to the theatre and watch. And thank you so much, the entire team. As he said, this especially thriller and horror films are very difficult in one way, technically also. So each and every department, from story, from Anil sir's story, it's a second movie working with him. Ratish sir's beautiful canvas of cinematography, Kuti sir's edit, and definitely I must talk about the songs. When it comes to East Coast production, so the audios, that it has to be musically something magical. So beautiful music, wonderfully done by Ranjin Raj sir, and especially the background score. I mean the sound score also. I have gone through it a little bit. It's I must say, please you go to the theaters and watch. Then you will come to know, yeah, it's true. And Kala Master has done the beautiful choreography of Shaila Nandini. I'm so lucky that being a classical dancer, I got this beautiful classical number in Malayalam industry, which I heard after years. It is a classical number is there in a Malayalam film, and I have always been a very big fan of Malayalam films. I think the entire India is looking up to Malayalam industry now, and I'm very proud that I could, you know, be a small name in Malayalam industry. That's just because of you, Vijayan sir. I shall never forget it, and I once again promise you, hereafter my next project is also dedicated to the entire Malayali people, for the love, the support which I got. I will never let you all down. And coming to the actors, Amit Chagan has been a wonderful co-actor, such a supportive co-actor. Thank you so much for that. Aarti, Aarti also. Inakshi, they have done their job so well. Vinay sir, Sudhir sir, Johnny Anthony sir, Polly Amma, my father, Srikant sir, sorry. Srikant sir, so beautiful. I mean, it's a story of all the actors, all of our contribution. So I hope, and Malayali friends, especially media friends, thanks to all of you for coming here, and the support, the vibe I got back, I revived back. Now I feel like, yes, again I will fight. So fight back. It won't stop until and unless justice is served. Thank you so much. And Manju ma'am, thanks for a wonderful PRO activity. You know, you are also a main, one of the strength of us. And Vijayan sir, once again, thank you. We love you so much. You are our inspiration, and a person like you, he has set up an example. It's just a number. Age is just a number. He can do anything. At a stretch of 52 days of shooting, he was there. He did it. He scolded us. He taught us. He did whichever way possible to make the movie, to uplift the movie. At this Chitini, which is going to get released on 27th of September. Thank you so much. Ottiri, Sneham, Churam, Santosham. Thank you. Ishtam. ചിത്തിനി ഒരുപാട് എക്സ്പെക്ട് നമ്മൾ പ്രൊമോഷനൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഉടനെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ കുറച്ച് ഡിലേ ആയതായിരുന്നു. അതിനിടയ്ക്കാണ് ഫ്ലഡും മുരലെല്ലാം വന്നത്. അപ്പം എത്രത്തോളം എക്സ്പെക്ടേഷൻ, കാരണം ചിത്തിനിയുടെ കൂടെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം എങ്ങനെ ഏത് വിജയിക്കും എന്നുള്ള പേടിയുണ്ടോ? എനിക്കങ്ങനെ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ച് ഒരു പേടിയില്ല. അതായത് സംഭവിക്കാനുള്ളത് സംഭവിക്കും, അത് സംഭവിച്ചേ തീരും, അത് സംഭവിച്ചിരിക്കും എന്ന് ഭഗവത്ഗീതയുടെ ആപ്തവാക്യമാണ് എൻ്റെ ഇത്. അപ്പോൾ ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ അമിത് തന്നെ പറഞ്ഞു, ഈ അമിത്തിൻ്റെ അതായത് ആദ്യത്തെ ഷോട്ട് തൊട്ട് ഏതാണ്ട് ലാസ്റ്റ് വരെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അമിത്. പക്ഷെ ഇത്രയും അതായത് വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഭാവങ്ങൾ, റൊമാൻറ്റിക് നായകനാണ് അതിനകത്ത്. ഇതിനു മുമ്പ് ഒരിക്കലും ഒന്നിലും കാണാത്ത രീതിയിലുള്ള അഭിനയം. ഇത് കണ്ടവരൊക്കെ ഇത് അമിത് എന്ത് ഇതായിരിക്കുന്നു എന്ന് പറയുന്നതാണ്. മറ്റുള്ള പലതിൽ നിന്നും അത് നമുക്കതൊരു വലിയ ഇതാണ്. കാരണം ഒരു നായകൻ, ത്രൂ ഔട്ടുള്ള ഒരു നായകന്. അതുപോലെ തന്നെ ഈ മോക്ഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ
കഴിഞ്ഞ അതിൽ തെളിയിച്ചതാണ്. അതേപോലെ തന്നെ കാരണം ഇതിലും അതിനേക്കാൾ ഒത്തിരിയുടെ എന്താ പറയുന്നത് ഒത്തിരിയുടെ ആഴത്തിലുള്ള റോളാണ്. പിന്നെ ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഇവാനാക്കിയാലും മാരുതി ആയാലും രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാങ്കേതികമായ ജോലികൾ ചെയ്തിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ രതീഷമായാലും ജോൺകുട്ടി ആയാലും ഇപ്പോൾ കഥയുടെ തന്നെ ഇപ്പോൾ ആദ്യം അദ്ദേഹത്തിന് ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എല്ലാം എഴുതി എൻ്റെ കൊണ്ടങ്ങ് കേൾപ്പിച്ചു. പിന്നെ ഉത്തരവാദിത്തം എൻ്റെ മോളിലിട്ടു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ ബാക്കിയുള്ള അതിനകത്ത് നമ്മളിപ്പോൾ രഞ്ജിൻ്റെ ഈ ഇതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയേണ്ടതാണ്. അദ്ദേഹം ഈ ഇപ്പോൾ ശൈലനന്ദിനി എന്നൊക്കെ പറയുന്നതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വളരെ എന്താ പറയുന്ന നമുക്ക് ഒരുപക്ഷെ എനിക്ക് എങ്കിലും തോന്നിയിട്ടുണ്ട് അതിശയകരം തോന്നുന്ന രീതിയിൽ അതിൻ്റെ ലിറിക്സ് അതുപോലെ തന്നെ സന്തോഷ് ശർമ്മ സാൻസ്ക്രിറ്റിലാണ് അതായത് എഴുതിയിരിക്കുന്നത്. അതായത് മലയാളത്തോട് വളരെയധികം സാദൃശ്യമുള്ള സാമ്യമുള്ള ഇതാണ്. അത് വളരെ ഭംഗിയായിട്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാടിയിരിക്കുന്നവരെല്ലാം തന്നെ ഇതിനകത്ത് ഞാൻ പണ്ട് എഴുതാറുള്ളത് പോലുള്ള ഒരു പാട്ടുണ്ട്, 2 പാട്ടുണ്ടായിരുന്നു. അതൊരു പാട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ബാക്കി ഇതിനകത്തുള്ള ഓരോ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ ഇങ്ങനെ മറ്റ് ആക്ടേഴ്സുണ്ട്. ശ്രുതി എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാം അതിനകത്ത് ഈ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എൻ്റെ ഈ ആറാറായാലും മറ്റുള്ള അത് എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് മാത്രം എനിക്ക് അതിനെ പിന്നെ നമ്മുടെ ഈ മാറ്റി വെച്ചു എന്ന് പറയുന്നത് 2 കാരണമുണ്ട്. ഒന്ന് വയനാട് ദുരന്തം, പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും മറിഞ്ഞുള്ളൂ. അതാണ് ഒരു കാര്യം. മറിഞ്ഞു വീണു. അതുകൊണ്ടിപ്പോൾ ഈ പറഞ്ഞ പോലെ മറിഞ്ഞു വീണ സമയത്ത് ആരോടും പറയാൻ അത്ര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം ഒരു നോർമൽ ആയതുകൊണ്ട് ഇപ്പോൾ പറയാനൊരു സന്തോഷമുണ്ട്. അതായിരുന്നു എൻ്റെ മെയിൻ കാര്യം. അപ്പോൾ അന്ന് പിന്നെ എന്താ പറയുന്നത് റിലീസ് ചെയ്യരുത് എന്നെന്തോ ഒരു ഉൾവിളി എവിടെ ഒന്നും ഉണ്ടായതിൻ്റെ പേരിലായിരിക്കണം അതിങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിതിന്നല്ലേ പേര് ചോദിച്ചാൽ എനിക്കിതിനെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നാണ്. അതിലും ഞാൻ വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു പറയില്ല. പക്ഷേ നിങ്ങളൊക്കെ തന്നെ പോയി കണ്ട് അതിൻ്റെ സത്യസന്ധമായി എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുകയല്ല, തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അതാണ് എൻ്റെ ആത്മാർത്ഥമായ അപേക്ഷ. ചിത്തിനിയുടെ ട്രെയിലർ നോക്കിയാൽ നമുക്കറിയാം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ പോലീസ് കഥാപാത്രം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ആ കഥാപാത്രം ചെയ്യുന്ന സമയത്ത്. എങ്ങനെയുണ്ട് വിജയൻ സാറിന് ഇപ്പോൾ ഒരു ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കഥാപാത്രം ഫസ്റ്റ് ഇങ്ങനെ മൈൻഡിലേക്ക് വന്ന സമയത്ത് എന്തായിരുന്നു തോന്നുന്നത്? സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഒരു വേറൊരു ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന കുറച്ച് സിനിമകളിൽ നിന്നുള്ള വ്യത്യാസം ഫീൽ ചെയ്ത് മറ്റേ മൂവികളിൽ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ശൈലികളിൽ സിറ്റുവേഷനിൽ നമുക്കൊരു ഡയലോഗ്സോ അല്ലെങ്കിൽ നമ്മളുടെ ആ സിറ്റുവേഷനിൽ ചിന്തിക്കുന്ന കുറച്ച് ഇൻപുട്സ് അറിയാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വന്നു പോകാം. പക്ഷെ സാർ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. കാര്യം അദ്ദേഹം ഇരുന്ന് എഴുതിയ ക്യാരക്ടറിന് സംസാര ശൈലി അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വാക്കിന് പുള്ളിയുടെ ഉള്ളിലൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അറിയാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വന്നു പോകും. അപ്പോൾ അറിയാതെ വന്നു പോകുമ്പോഴായാലും സാർ അത് കറക്റ്റ് ചെയ്യും. അല്ലെ ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഇന്ന അർത്ഥത്തിൽ ഇന്നതിന് വേണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തത്. കായംകുളം കൊച്ചുണ്ടെങ്കിൽ വർക്ക് ചെയ്ത സമയം അതിലും ഇതേപോലെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന വ്യക്തികളൊരു എഗ്രിമെന്റ് ഉണ്ട് വിത്ത് ഡയറക്ടർ, മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് സിങ് സൗണ്ട് കൂടിയായിരുന്നു. ഇപ്പൊ രണ്ടാമത് ഞാൻ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ പറയുന്ന ഡയലോഗ്സ് റൈറ്റ് ചെയ്തേക്കുന്ന ആള് പറഞ്ഞതിന് ഒരു നിമിഷം ഒരു കാര്യം പോലും മാറ്റാൻ പാടില്ലെന്നുള്ളത്. പക്ഷെ അത് ആ ക്യാരക്ടർ അത് പറയുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. സത്യമാണത്. കാര്യം അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത് അദ്ദേഹം കണ്ടേക്കുന്ന ഒരു ക്യാരക്ടറിന് എഡ്ജസ് അദ്ദേഹത്തിന് അറിയുള്ളൂ. പക്ഷെ അപ്പൊ ആദ്യം അത് എനിക്ക് കോപ്പി ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു. അപ്പൊ അത് പക്ഷെ പതിയെ അതിലോട്ടാവാൻ പറ്റിയിരുന്നു. ആ വ്യത്യാസം തോന്നിയതും എനിക്ക് തോന്നുന്നു ആ സാറ് ബിൽഡ് ചെയ്ത ഒരു ഡിഫറൻസ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരു പേടിയില്ലാത്ത മനുഷ്യനാണ്.
ഒരു കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുമെന്നോ അല്ലെങ്കിൽ ഭൂമി രണ്ടായിട്ട് പിളർന്നു വരുമെന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല. സാറിന് ശരിക്കും യങ് ജനറേഷൻസിന് പല ആൾക്കാർക്കും ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഒരു പേടിയില്ല, ഒരു പ്രശ്നം. ചെറിയ വീഴ്ചയൊന്നുമല്ലായിരുന്നു, അതായത് അത്യാവശ്യം ഒരു സർജറി ചെയ്യേണ്ട വന്നു. ആ സർജറി ചെയ്തിട്ട് പോലും അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾക്ക് ആ ടെൻഷൻ. കാര്യം ചിത്തിനി സാറിന്റെ ഡ്രീമാണ്. അത് സാറിന് റിലീസിന്റെ സമയത്ത് സാറില്ലെങ്കിൽ അതൊരിക്കലും കംപ്ലീറ്റ് ആവില്ല. അപ്പൊ സാറിന്റെ സമയത്ത് സാറിന് അത് ഫുൾ സ്വിംഗ് ആയിട്ട് നിന്ന് തന്നെ റിലീസ് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഡ്രീമാണ്. അപ്പൊ അതിന്റെ കൂടെ ഇനിയിപ്പോ ആര് സിനിമ ഇറക്കിയാലും അത് വിജയിക്കോ തോക്കോ എന്ന് പേടിയില്ലാത്തവനെ പിന്നെ എന്ത് പറഞ്ഞു പേടിപ്പിക്കും? ഒന്നും പറഞ്ഞു പേടിപ്പിക്കാനില്ല. അപ്പൊ അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല. അപ്പൊ നമ്മൾ പറയണ സാറേ കൂടെ മറ്റേ പടം ഈ പടം എന്ന് പറയുമ്പോൾ പൈസ മുടക്കി പിടിച്ചേക്കുന്ന സ്വപ്നം കാണാൻ കണ്ടു വന്നേക്കുന്നവന് പേടിയില്ല. പിന്നെ നമുക്ക് ഇരട്ടി പവറാണ്. ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഈസ് എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. കാര്യം അത് ഒരു എക്സാമ്പിൾ ആണ്. അമിത് സർ ഇവിടെ 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 ഹായ് മാം. ഇപ്പൊ ഹൊറർ സിനിമകൾ ഇന്ത്യയിൽ മൊത്തം ചർച്ചയാവുന്നതും അല്ലെങ്കിൽ ആളുകൾ കാണുന്നതും ഇപ്പോഴൊക്കെ ആ സിനിമകൾക്കൊക്കെ അതിന്റെ ടെറൈൻ തന്നെ ഡിഫൈൻ ആവുന്ന കുറച്ച് സിനിമകളാണ് വർക്ക് ആയിട്ടുള്ളത്. ബ്രഹ്മയുഗം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വേൾഡ് ഉണ്ട്. അല്ലെങ്കിൽ ഖാന്താരം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വേൾഡ് ഉണ്ട്. തുമ്പാട് റിലീസ് ചെയ്ത ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കാരണം അവിടെ തുമ്പാടിന്റെ ഒരു വേൾഡ്. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ അതിനെ റിസീവ് ചെയ്യും ഇതാക്കുകയും. എനിക്ക് അങ്ങനെ ഒരു ഡിഫൈനിങ് ടെറൈൻ ഉണ്ടോ? ബ്രോ ചോദിച്ച പോലെ ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊരു പ്രേക്ഷകനായിട്ട് സിനിമ കാണുമ്പോൾ പണ്ടത്തെ രീതിയിലല്ല ഇന്ന് ഹൊറർ മൂവിയുടെ ട്രീറ്റ്മെന്റ്. അങ്ങനെയല്ല. നമ്മളെ ഒരു ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ ആ ടെറൈനിൽ വിശ്വസിപ്പിക്കും. ടോട്ടലി നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ടാണ് പിന്നെ ആ സിനിമ കാണുന്നത്. അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ഇമോഷനും നമ്മുടേതാവും. അവരവിടെ കൊണ്ടുപോയാണ് നമ്മളെ ഇട്ട് പണി നടത്തുന്നത്. ചിത്തിനിയിൽ എനിക്കും ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ ഹൊറർ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ മേ ബി പ്ലേ ചെയ്യുന്ന ആ ഒരു അമാനുഷികത ക്യാരക്ടറിനൊരു സ്കെച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പടം ഉണ്ടാവും. അങ്ങനെയല്ല. സാറിന്റെ രീതിയിലുള്ളൊരു വേർഷൻ ഓഫ് ചിത്തിനിയാണ്. ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഹീ ബ്രേക്ക് മൈ എക്സ്പെക്ടേഷൻ. അപ്പൊ ഇതിന്റെ ടെറൈൻ ബ്രോ ചോദിച്ച പോലെ ഉറപ്പായിട്ടുമുണ്ട്. കാര്യം ചിത്തിനി എന്ന് പറയുന്ന ആ ക്യാരക്ടർ നിൽക്കുന്ന സ്ഥലം തൊട്ട് അതിനെ റിവോൾവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും എല്ലാത്തിനും അത് അതിൻ്റെതായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. പക്ഷെ എന്ന് എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തൊന്ന്, ഹീ ഈസ് എ പേഴ്സൺ ഹൂ വാണ്ട് ടു കാറ്റർ ഫാമിലി ഓഡിയൻസിനെ കാറ്റർ. അപ്പോൾ നമ്മൾ പൊതുവെ ചിലപ്പോൾ ഈ ട്രെയിലറിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പേടിപ്പിക്കുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന എക്സ്ട്രാ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്നാലും ഹൊറർ സബ്ജക്റ്റിനെ എന്ത് സിമ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്തത്. എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ. ഞാൻ പടം ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഐ തിങ്ക് പിന്നെ ടെക്നിക്കലി ക്യാമറ ചെയ്തേക്കുന്ന എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, മ്യൂസിക്, സൗണ്ട് എല്ലാം നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ VFX ആവശ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. അത് നല്ല ടീമിനെ വെച്ച് തന്നെ ചെയ്തേക്കുന്നതും ആൻഡ് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ. സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഓസമാക്കിയതിൽ സാറിന് വലിയ പങ്കുണ്ട്. സാറിന് നിനക്കായി, എനിക്കായി, ഓർമ്മയ്ക്കായി, നിനക്കായി, ആദ്യമായി, ഓർമ്മയ്ക്കായി, സ്വന്തം, ഇനിയെന്നും എന്നെന്നും. അപ്പൊ സാർ ഇപ്പോഴും നമുക്ക് അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ടോ? അങ്ങനെ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ലവ് പറയുന്ന ആൽബംസ് അല്ലെങ്കിൽ മ്യൂസിക്കൽ വീഡിയോസ്, അതിന് സ്കോപ്പ് ഉണ്ടോ? സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും വിലയുള്ളതല്ലേ. സ്നേഹം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് അന്നത്തെ പോലെ ഇതുപോലെ ആൽബങ്ങളായി ഒരു പക്ഷേ റിലീസ് ചെയ്യാൻ പറ്റില്ലെന്ന് വരാം. കാരണം ഇപ്പോൾ ഒരു പാട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ അത് വിഷ്വലൈസ് ചെയ്യുന്നു, അത് യൂട്യൂബിൽ ഇടുന്നു, അങ്ങനെയാണല്ലോ ഇപ്പോഴും. അതായിരിക്കും. അല്ലാതെ നമുക്കൊരു ആൽബം പോലെ 7-9 പാട്ടുകളൊക്കെ മുൻപത്തെ പോലെ അങ്ങനെ ഉണ്ടാവില്ല. ഈ ചിത്രയിൽ ഇപ്പോൾ പാട്ടുകൾ എഴുതുന്ന സമയത്ത് ഇപ്പോഴത്തെ ആളുകൾക്ക് എന്താ ഇഷ്ടമാവുക? അപ്പോൾ ഒരു പാട്ട് എഴുതുമ്പോൾ ഇപ്പം ഒരു ഹുക്ക് ലൈൻ വേണം. എന്തെങ്കിലും പാട്ടിൽ ഒരു ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹുക്ക് ലൈൻ, ഇപ്പം ആദരാഞ്ജലികൾ നേടുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ഹുക്ക് ലൈൻ വേണോ? അല്ലെങ്കിൽ നമ്മൾ ഓൾഡ് സ്കൂളിൽ തന്നെ പോകണോ? ഇപ്പോഴും 90s പാട്ടുകൾക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. സാർ എന്താ മനസ്സിൽ വിചാരിക്കും? അല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മളൊരു ഒരു പാട്ടിന്റെ ലിറിക്സിന്, അതിന്റെ മ്യൂസിക്കിന്, അതിന്റെ സിറ്റുവേഷന്, ഇതിന് എന്താണോ ഇണങ്ങുന്നത് അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിന് ഈ പഴമയും പുതുമയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ പുതുമ ആവശ്യമുണ്ടോ അവിടെ നമ്മൾ പുതുമ ചെയ്യുന്നുണ്ട്.
ഈ പഴമയും പുതുമയും എന്ന് നമുക്കൊന്ന് പറയാൻ പറ്റില്ല. അച്ഛനെ ഇപ്പോഴും അച്ഛൻ അമ്മയെന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്കത് മമ്മി എന്നൊക്കെ വിളിക്കുന്ന പണ്ട് കൊണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അമ്മ അങ്ങനെ അല്ലാതാവുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആസ്വാദനത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പോലും എത്രയോ പഴയ സിനിമകൾ ഇപ്പോൾ പുതുതായിട്ട് വന്നപ്പോൾ ഈ ദേവദൂതനൊക്കെ ഇവിടെ വന്ന് വളരെ ഇത് ചെയ്തു. അപ്പം പഴയതും പുതുമയെന്ന് പറയുന്നത് നമുക്ക് എന്നും നല്ലതും അല്ലെങ്കിൽ നല്ലതല്ലാത്തത് എന്ന ഒരു ഇത് രീതിയിലുള്ള എന്നും നമ്മളങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അത് ആ ഒരു വ്യത്യാസം ഇവിടെ കാണുന്നുള്ളൂ. Sorry, I just missed out our Kalari master, Shiva Damodar master. He's also here. I learned the basics Kalari from him. Sorry, sir, I forgot to mention your name. Sorry. He was my Kalari teacher in the movie, so wonderfully he also did. He's also one of the actors here in Chittini. So I'm so sorry I missed out your name, and you had been a wonderful teacher, Kalari teacher. First, and thanks to Vijayan sir for, putting this input Kalari in this film in a sequence. Thank you, sir. Thank you. Actually, I wanted to tell, so you just stop. എനിക്ക് ഒരാളെയും കൂടെ ഉണ്ട്, നമ്മുടെ ആസിം, നമ്മുടെ ഡയറക്ഷൻ ടീമിലുള്ളായിരുന്നതാണ്. അദ്ദേഹം അതിലുപരി ഏതിലും വന്ന ഒരു ഞാൻ മുമ്പേ പറയാൻ പറ്റുമോ എന്ന് തോന്നുന്നു. നമ്മുടെ രതീഷ് റാമിൻ്റെ ക്യാമറ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. കാരണം നമ്മുടെ ഒരു സിനിമയെ സംബന്ധിച്ചോളം ഒരു ഡയറക്ടർക്ക് ഏറ്റവും വളരെ അടുത്ത് പ്രിയപ്പെട്ടതാവേണ്ട ഒരാളാണ് ഈ ക്യാമറാമാൻ. അപ്പോൾ ഞങ്ങൾ ത്രൂ ഔട്ട് അങ്ങനെ തന്നെ ആയിരുന്നു. ഒരിക്കൽ പോലും ആവശ്യമില്ല. വളരെ ചെറിയ സൗന്ദര്യ കണക്കുകൾ എല്ലാ ഇതിലും ഉണ്ടാവില്ല, അതുപോലെ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അന്നും ഇന്നും ആദ്യത്തെ സിനിമ തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾ ഒരേ രീതിയിൽ പോകുന്നു. അപ്പോൾ അത് തന്നെയാണ് ഒരു പരിധി വരെ എനിക്ക് ഇതിനകത്തുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയത്തില്ല. മറ്റന്നാൾ നിങ്ങൾ 10 മണിക്ക് വന്ന് കാണുക. അതിന് ഇനി കളരി മാസ്റ്ററുടെ ഒരു കാര്യം ഞാൻ പറയാം. കളരി മാസ്റ്ററെ ഇടിച്ച് ആദ്യത്തെ ദിവസം വീഴ്ത്തിയ ആളാണ്. ഫൈറ്റ് ഉള്ളതിനകത്ത് ആദ്യത്തെ ദിവസം തന്നെ കളരി മാസ്റ്ററെ ഇടിച്ച് ഇതാണ്. ഇത് കൂടുതൽ ആരും ചോദിക്കാൻ വേണ്ട, പറയാൻ വേണ്ട. പിന്നെ നമ്മുടെ ആ ശൈലനന്ദിനി എന്ന് പറയുന്ന ക്ലാസിക്കൽ സോങ്ങിലും പുള്ളിക്കാരുടെ കളറി സ്റ്റെപ്പ് ഉണ്ട്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ക്ലാസിക്കൽ സോങ്ങിൽ കളറി സ്റ്റെപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ചോദിച്ചില്ല ഈ പിന്നെ ഇതിൻ്റെ ഈ പഴമയും പുതുമയെ കുറിച്ച്. ഈ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്ന ഒരു പഴമ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ കളരി അതിനകത്ത് ചേർന്നൊരു പുതുമയാണ്. കുറെ പേര് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റാറ്റസ് സ്റ്റോറീസ് ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ വേറൊരു സോഷ്യൽ മീഡിയ ഇതിനായിട്ടല്ലാതെ ഇറങ്ങി നിന്ന് ചെയ്യാവുന്ന ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ? Inspiration means I realized we are human. In Bengali we say manush, man, hush. Man bhi hai, hush bhi hai. Means we are humans, and our doctors have taught us they are the real architecture for our spinal cord to be straight. Because it's not a fight against the rapist or the criminals. It's a fight between the common man, Abhaya's family, the doctors general, and the system. It's not easy to fight against the system who are governing. I think who are governing the West Bengal the state now. So I think history has spoke a lot about Bengal's contribution for the partition and different movements from Naxal to so many movements we know about the history. So I think it's our culture, for a genuine cause. For a long time Bengalis, they had, that there's a lot of threat culture. That's one of the reasons I have left my own Bengal. I'm working in South Indian industry now. That's one of the biggest reasons. So there are a lot of Bengalis who are migrating out of Bengal due to this syndicate, this threat culture. I'm not scared of anyone, because in Bengal also we have been telling, not only me, there are n numbers of common man, artists, various artists. So they all were on streets and it was sleepless nights. Still now we are demanding justice still, because the government has allocated a set of 21 lawyers
against Abhaya. Against Abhaya means we the common man. So whom to fight? We now only we have to be beside the doctors. So whatever we say, we will become the opposition. We were, you know, politicized in opposition parties as opposition parties. So ignoring everything, we kept fighting, and the fight is still continued. We are beside the doctors. We are collecting funds now because our family, we know it's definitely they are from very lower middle class family. So the doctors we are contributing to the doctors. They are collecting fund because yes, we know Indira ma'am now, she has taken over the case and the fight will continue. The next hearing was 27th. It is postponed to 30th. Again, shame on the government because they want more time. Justice delayed is justice denied. We can't take it. And yeah, we were sleepless, walking for 25 kilometers, 30 kilometers from one place to another. Then, protesting through songs, dance. And it's not a dance. It's been a culture of Bengal. I think Kerala also, we have seen some days back through Kalari, they are doing some street protests. So this is also our culture through street painting. So all the sensitive artists who are, I feel they are the real heroes, because on screen it's very easy to become hero, to tell the dialogues written by the script writers. But to be the real hero, I think I have always believed in the power of common man. So which, Bengal has once again proved, and we feel we will be doing it until justice is served. Thank you so much. അജി മസ്കറ്റ്, നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അജി മസ്കറ്റ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഈ കർമ്മനിരതനായിരിക്കുവാണെന്ന് തോന്നുന്നു, അല്ലേ? ഇവിടെ ഉണ്ട് ആണോ? അതാ ഞാൻ പറഞ്ഞ കർമ്മനിരതനായിരിക്കും. സോറി ഫോർ എന്താണ് പരിചയപ്പെടുത്താൻ വൈകിയത്. ഓക്കെ, പഴയത് കാണുമെന്ന് പറയുമ്പോൾ മമ്മൂക്ക മാത്രം ഇന്നിന്റെ നിറവിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മമ്മൂക്കയാണ് കാണേണ്ടത് എന്നുള്ള വിധത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. ഈ അടുത്തൊരു നാഷണൽ ബ്രാൻഡ് ഒരു ആക്ടേഴ്സ് റൗണ്ട് ടേബിൾ, ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിൾ നടന്ന സമയത്ത് വെട്രിമാരൻ, രഞ്ജിത്ത്, സോയാക്ത് എന്നിവരുൾപ്പെടെ ഇപ്പോൾ കാതൽ അദ്ദേഹത്തിന്റെ സൗരകാരിയായിട്ടുള്ള കഥാപാത്രത്തിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റി, ബ്രഹ്മയുഗത്തെ പറ്റി, ഇന്ത്യയിൽ ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളെ പറ്റിയൊക്കെ വാചാലരാവുന്നത് വലിയ ന്യൂസ് ആണ്. അപ്പൊ ഇതിന്റെ ഒക്കെ തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ആ വിസിബിലിറ്റി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് വാചകം പറയുന്നത് അമിതാണ് ഈ പുതിയതിനെ പറ്റിയിട്ട്. ഇപ്പോ അതിന്റെ ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ ഇത്രയും വലിയ ചർച്ചയൊക്കെ അമിത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നു? ബ്രോ, ഞാനൊരു നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ 20 വയസ്സിൽ നിന്ന് 30-ലോട്ടെത്തും, 30-ൽ നിന്ന് പതിയെ 40-ലോട്ട് എത്തും. നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ വേറെ ആരെക്കാളും നമ്മൾക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പം ഒരാണായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കടന്നു പോകും തോറും നമ്മളിൽ വരുന്ന ചേഞ്ചസ്, ഹൗ ബെറ്റർ വി വേർ കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്കിൾമാരും, ഇവരെല്ലാവരും ഈ 40 കടഞ്ഞ് മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു 10 വർഷം മുമ്പ് കണ്ട ആൾക്കാരല്ല ഇപ്പോഴും മാറുന്നത്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട സമയത്താണ് ഇപ്പോഴത്തെ സിനിമാ നടന്മാരെന്ന് പറയുന്ന, സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണ്. അപ്പൊ ഞാനൊരു ചിലപ്പോൾ ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു എന്താ പറയാ, സിനിമ എന്നിലോട്ട് കുത്തിക്കയറ്റിയ 2 ആൾക്കാരായിരിക്കാം, ലാലേട്ടനും മമ്മൂക്കയും. ഇവരന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് പതിയെ ഞാൻ വയസ്സായി തുടങ്ങി. അതായത് എൻ്റെ കോലം മാറി തുടങ്ങി. ഞാൻ എന്നെ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആ സമയത്താണ് അങ്ങ് അപ്പുറത്ത് സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ, ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റ് ഉണ്ട്, ഈ അവസാനം വന്നൊരു ഫോട്ടോ. ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഐ എം ബെറ്റിംഗ് ഇന്നത്തെ ഏത് ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിന് പറ്റും പഠിക്കാൻ. ഇത് കേരളത്തിൽ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഹീസ് ഡൂയിങ് ദിസ്. പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയിലും വേറെ ആരെയും പറയാൻ പറ്റാതെ വന്നപ്പോഴേക്കും പറഞ്ഞേ പറ്റുള്ളവർക്ക്. കാര്യം ഇനിയും പറഞ്ഞില്ലെങ്കിൽ അതായത് നമ്മളുടെ ഇത് പറയില്ലേ, കുറെയൊക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ അവന്മാര് അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് ഇങ്ങനെ താഴെ കിടക്കുന്ന ബ്ലഡി മദ്രാസി എന്ന് പറഞ്ഞ വിടുവായിരുന്നു.
പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞും നമ്മളിങ്ങനെ അവര് മറ്റേ കിളവന്മാരിൽ പോയി, അവർക്ക് ഒരു രക്ഷയില്ല ഇനി ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അപ്പോഴും ഒരാൾ ഇങ്ങനെ നിന്ന് കാണിക്കുമ്പോഴേക്ക് ഗതികെട്ട് പറഞ്ഞു പോണ ഇനി രക്ഷയില്ല പറയാതെ. സോ ഈസ് എ ലെജൻഡ്. പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പോ പല ആൾക്കാരും വന്ന് ചിലപ്പോൾ ഈ വീഡിയോയുടെ താരം എഴുതും, അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ, ആ സർജറി ചെയ്യുന്നില്ലേ, ഈ മരുന്ന് ചെയ്യുന്നില്ലേ. ഇതൊക്കെ പോട്ടെ, ഒരു കുടവയറില്ലാതെ പിടിച്ചേക്കാൻ പറ്റണ്ടോ നമ്മളെ സംബന്ധിച്ചോളൂ? പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇത് നമ്മൾ ഇടാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്ത് ഒരാൾക്ക് പറ്റാകുമ്പോഴേക്കും നമ്മൾ ആദ്യം അസൂയായിരിക്കും, ആദ്യം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും. കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷനാണ്. വൈൽഡ് മെന്റൽ എന്ന് പറയുന്നത്, there is only a wild mental person in this world of cinema. നമുക്ക് തൊട്ടടുത്ത് പറയാം, that is മമ്മൂക്ക. He's wild mental person. വേറെ പറ്റില്ല. ചിലത് ചിലപ്പോ ഇങ്ങനെ കണ്ണാടി കൂട്ടിരിക്കണവർ ഇരിക്കുകയും ചെയ്യും, മറ്റേ വർക്ക് നമ്മളെ വിസ്മയിപ്പിക്കില്ല. ഇത് രണ്ടും ഉണ്ട്. His looks as well as his works. പറയാം. योगी है तो आप अब बंगाली मुझे नहीं आती इसीलिए मैं हिंदी में पूछ रही हूँ। बोलिए। वैसे पूछ रही हूँ, आपके बंगाल से हो, आप यहाँ मलयालम इंडस्ट्री पे आके काम कर रहे हो, तो आपका एक्सपीरियंस कैसे था? बहुत ही अच्छा, क्योंकि मैं लास्ट 2.5 years से आई एम वर्किंग इन अदर साउथ इंडियन लैंग्वेजेस एज वेल. आई स्टार्टेड थ्रू मलयालम, तेलुगु, तमिल. तो इधर जो है, इधर का वर्क एनवायरनमेंट इज वेरी गुड. पीपल give respect. First of all, we mainly work for the respect. We artists, we curve for the respect. वो सबसे ज़रूरी है, तो वो हमको मिलता है. And we get to see so variety of content, especially Malayalam industry में. मैं जो अभी, I mean the actresses, they are also getting that track. Once upon a time in Bengal, which we used to see the kind of movies, and the Bengali films and Malayalam films are always very similar in taste. And the kind of literature what we we share the same wavelength. So yeah, and Malayalam films, they are doing the best now. I think Bollywood is also looking up to the Malayalam films now. So I think it's been an inspiration, and I feel so lucky that with a single movie at least people, okay fine, so that is a biggest blessing. And इधर का work environment बहुत अच्छा है, media friends भी बहुत supportive है. I think that communism is there inside the mind, that we are all the ism of common man. I think that I feel in that way, the ism of common man. So वो है कि हम लोग all, and it's totally based on merit. I feel that. Yeah, thank you. तो आप इस विजन के साथ वर्क कर रहे हो, तो आपको 90s के हमारे जैसे किड्स को ना बहुत पसंद है उनके गाने वगैरह, तभी आपने सुना है उनके गाने? Yes, मुझे जो पूवु चोदी चो न्यानवन्नो जो हिंदी है ना, फूल तुमसे मांगा था, वो हमको भी पता था, लेकिन तब सर को पता नहीं था, हमको पता नहीं था कि that's an actual Malayalam film. So my dad has been a fan of his many Hindi, I mean the translated Hindi songs. Then I came to know, okay, he is the person. When I came for the audition for Kalanum Bhagavatyum, I came to know कि अच्छा ये वो ही इसको, okay, उनका फूल तुमसे मांगा था तुमने मुझको बहार दिया. So it was known to us. It's a very famous song. Even the female version sung by Chitra ma'am. Yeah, that's it. तो आपसे एक क्वेश्चन है, तो आप फर्स्ट टाइम कर रहे हो मलयालम मूवी, राइट? तो आपको कैसा लगा यहाँ आके और इस कोच विजयन सर के साथ वर्क करके, फुल टू के साथ? तो मैंने पहले ही बोल दिया कि ऑल क्रेडिट गोज टू विजयन सर. विजयन सर नहीं होते शायद मेरा यहाँ पे I could not have stepped in here. Also I've worked in Bollywood, like I've like for the South India is my first film, and started with Malayalam. Hello. Yeah. So yeah, I feel that language is just a barrier in the manner. Everything is same, but the only thing, I'm also Bengali, I'm also from Bengal. There's so much of similarity between Bengal and Malayalam, especially in Kerala. Both are into politics, art, culture. Like Moksha has also said, the kind of movies we used to have before Satyajit Ray's time, it's what Malayalam is doing right now, full on content, and everybody is looking up to Malayalam projects. And I feel first it is made in Malayalam, then it is passed on to the other industries, even in the southern industries. So, like there's a connect, that's what I can say. There's a mutual connect, and I feel that's why I have been connected here. And if you people support me and watch the movie, so maybe
I can come to Cochin more often. That's the thing. And so everything I've learned, even the willpower, it's only from Vijayan sir. His willpower, his mindset. We all used to fall sick. We all had pressure up, down, and at the age of this. But sir's firmness, determination, like, you know, awesome. That's the thing. Still now, and like nazar na lage, sir, like I have told you while we were coming in the lift, like नहीं कैसे नजर लगेगी इतने सारे लोग ऐसे ही पड़े हुए हैं नजर ना लगे कभी नजर नहीं लगेगी नहीं तो नहीं मोक्षा जी आपका इंस्पिरेशन क्या था एक्चुअली मलयालम इंडस्ट्री में आने के इंस्पिरेशन तो होगा सबको ये पार किया हम गिर गया ऐसा Sir has like fallen in love with us. That's why maybe you think down. That's the thing. मोक्षा जी आप बताइए इंस्पिरेशन क्या था मेरा लास्ट क्वेश्चन मैं छोड़ रही नहीं तो ये मुझे मार डालेंगे Inspiration, I was a classical dancer, I was a teacher before an actor. So yeah, I used to watch a lot of I also performed theatre, there in Bengal. So movies से उतना connect तो नहीं था, लेकिन करते करते like I did supporting roles initially, because Bengal में even if you have talents at this point of time, you know, it's a different story there. So उस होते होते फिर मुझे लगा कि नहीं, what talent or what potential I feel I have, I can't deliberate there. So yeah, that's the reason I stepped into South India, especially Malayalam industry, because they understand the talent, and that's why Manumal Boys, my God, there are so ample movies recently also. So even they have proved that beyond the stars also, you know, the talent and merit matters. So yeah, so next movie also immediate, I'm doing a Malayalam movie only. I prefer to select the Malayalam language and Malayalam film because of the subject. I can't reveal now, I will say later. Sure, okay, thank you so much. हेमा कमेटी का हाँ सुना. एक बंगाली एक्ट्रेस एक फेमस मलयालम एक्टर को डायरेक्टर के खिलाफ एक केस फाइल किया है. आपको क्या लग रहा है न्यू कमर्स के लिए मलयालम फिल्म इंडस्ट्री is safe or not? I think it is there in each and every film industry. It's not. I think Srilekha Dishi has been my senior also. I have worked with her. I think it was long time back. And देखिए, I am very fortunate. Now let me tell you one thing. Actually, sir has done an agreement. Now I'm telling you, now I feel many people manipulated me. You know, Vijayan sir has made an agreement with you. He's going to doom your future. He's going to make your future doom. No works you're going to get. But I was very lucky because, you know, as a guardian, he protected me and he understood. So he signed with me 2 movies, of different genres, thinking that, you know, yeah, let me get the soil, थोड़ा वो ज़मीन मिल जाए, फिर safely with head held high, I can fight like the way now I am doing so. So, and I'm very much blessed to have a manager like Manish ji. He's from Bombay. So everything मेरा filter होके आता है, and it's very unfortunate जिसके साथ हुआ है, genuine हुआ है, the victims of this, the molestation. Yeah, it should come out and it should stop, and we should raise our voice. अगर कुछ गलत होगा, voice तो raise करना ही पड़ेगा, and आप लोगों को भी support करना पड़ेगा. But if it is a false, then I heard there are some false allegations also against some actors and all. अभी अगर देखो, एक टाइम पे किसी के साथ कुछ रिलेशनशिप था, ब्रेकअप हो गया, ठीक है, उसके बाद अगर आप इन्होंने ऐसा किया, उन्होंने ऐसा किया, it's like a old school relationship. So I think that is a personal, and in terms of safety, it should be there, and it is there in each and every industry, each and every sector. I won't only talk about the film industry. It is there in each and every sector. Not even the doctors, the IT engineers, they are also not even spared of it. So it is there. ये सोच बदलना पड़ेगा, फिर सब इंडस्ट्री प्रोफेशन सब बदलेंगे. രണ്ടാമത്തെ ചിത്രമാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഓരോ ചിത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ കിട്ടുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും ഡിഫറെന്റ് ആണ്. ഇതിപ്പോൾ വിനയ് ഫോർട്ടിന് കൂടെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്ര 52 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയുണ്ട് ഓരോ കഥാപാത്രം? ഇതിനു മുമ്പ് ഇത് പ്രതിഭയിലെ കഥാപാത്രമായാലും കുറച്ച് ഇതായിരുന്നു. അപ്പം ഈ സിനിമയിലെ കഥാപാത്രത്തോളം ഡെപ്ത് ഉണ്ട്, ചെയ്യുന്ന കഥാപാത്രത്തോളം രജിസ്റ്റർ ആയി ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ സിനിമയാണ് എനിക്ക് ലൈഫിൽ ഒരു ഡ്രീം പ്രോജക്റ്റ്, അല്ലെങ്കിൽ ലൈക്ക് ഒരു ബിഗിനിങ് എന്ന് പറയാനുള്ളത്. ബിക്കോസ് കമ്പാരിറ്റീവ്ലി ചെറുത് വലുതെന്നൊന്നും എനിക്കറിയില്ല, ബട്ട്
ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. അതെനിക്ക് ഈസ്റ്റ് വിജയൻ സാറിനാണ് അതിനുള്ള അവസരം ഒരുക്കി തന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സാർ എന്നിൽ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ബിക്കോസ് ആസ് എ ന്യൂ കമ്മേഴ്സ് എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടാവും. ലൈക്ക് ആരും അങ്ങനെ വിശ്വസിക്കില്ല നമ്മളിൽ. സോ സാർ എന്നെ വിശ്വസിച്ചു. സോ ഇത്രയും നല്ലൊരു ക്യാരക്ടർ തന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ആസ് എ ക്യാരക്ടർ അമിതേട്ടനൊക്കെ പറഞ്ഞ പോലെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളത്. നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും സാറാണ് ഞങ്ങൾക്ക് ടീച്ച് ചെയ്തത്. ഫ്രം ദി ഡേ വൺ നമുക്ക് ത്രൂ ഔട്ട് ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിൻ്റെ എല്ലാ ദിവസവും പ്രിപ്പറേഷൻസ് തന്നുകൊണ്ടേയിരുന്നു. അതിന് മുന്നേ തന്നെ വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. ദിസ് വൺ ഈസ് വെരി സ്പെഷ്യൽ ടു മീ.